എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ രാവിലത്തെ ദോശപ്പണിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അശ്വൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവന് ഞാൻ ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഉച്ചക്കലേക്കുള്ള ചോറിനുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മട്ടൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. 1 കിലോ മട്ടനാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചേർത്തത് 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ മട്ടനൊക്കെ നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെള്ളം നല്ലപോലെ വാർത്തെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, അങ്ങനെ തന്നെ നമ്മൾ വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിത് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഇരുന്നോട്ടെ, ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. മട്ടനിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ എന്നാലും നമ്മളൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. അതുകൂടെ ഒഴിച്ച് കൊടുത്ത് അത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ മട്ടൻ വേവിച്ചെടുക്കാറുള്ളത്. ആദ്യം നമ്മുടെ മട്ടൻ എല്ലാം ഇതുപോലെ മസാലയൊക്കെ തേച്ചതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ അടുപ്പിച്ചെടുക്കും. അതിന് ശേഷം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരുപാട് വെന്ത് കുഴയുമില്ല, പാകം പോലെ വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. ഒരുപാട് വിസിലടുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇളം പാടാണോ ഒന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ഇങ്ങനെയാണ് എപ്പോഴും മട്ടൻ വേവിച്ചെടുക്കാറുള്ളത്. പിന്നെ നമ്മൾ അതിലേക്ക് വേണ്ടിയുള്ള കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. നിറയെ ഈ ഒരു കോപ്പയ്ക്ക് നിറയെ 1 കോപ്പ ചെറിയുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയുള്ളി കൂടുതൽ വേണം കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന മട്ടൻ ഉലർത്തിന് കേട്ടോ. പിന്നെ അറിയാം, നമ്മുടെ ഇന്നത്തെ മട്ടൻ ഉലർത്ത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുറേ നാൾ മുന്നേ നമ്മൾ ചെയ്തപ്പോൾ ചോദിച്ചാണ് കേട്ടോ. മട്ടൻ നമ്മുടെ അവിടെ സാധാരണ ചിക്കൻ പോലെ വാങ്ങാറില്ല. അതുപോലെ മീനും മട്ടനും ഒക്കെ നമ്മൾ വളരെ എപ്പോഴെങ്കിലും മാത്രമേ വാങ്ങാറുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ റെസിപ്പി ഇതുവരെ നമുക്ക് ഇടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ മട്ടൻ വാങ്ങിയപ്പോൾ അതിൻ്റെ ഉലർത്താണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയും പോലെ തന്നെ 1 വിസിലടിച്ച് വേവിച്ചിട്ട് നമ്മൾ തീ കുറച്ച് വെച്ച് 10 മിനിറ്റ് അങ്ങനെ വെച്ചല്ലോ. അതിനുശേഷം അതിൻ്റെ പ്രഷറെല്ലാം അടങ്ങിയതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നല്ല പാകമായിട്ട് കറക്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അധികം വിസിലടിച്ച് പോയിട്ടുമില്ല. ഇനി നമുക്കിത് ഉലർത്താക്കി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണ് നമ്മുടെ പെരുംജീരകം അത് ചേർത്ത് പൊട്ടി വന്നതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി നീളത്തിൽ അരിഞ്ഞിട്ടുള്ള നമ്മുടെ ചെറിയുള്ളി, പിന്നെ 3-4 പച്ചമുളക് ഇതുകൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ നമ്മുടെ മട്ടൻ വേവിക്കുന്ന സമയത്ത് വേവിക്കാം കേട്ടോ, അതും കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മുടെ ഉലർത്തിന് നമ്മൾ മാക്സിമം ചെറിയുള്ളി എടുത്തിട്ട് തന്നെ ചെയ്യാൻ നോക്കണം കേട്ടോ. ചെറിയുള്ളി വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കരമാണ്. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. പിന്നെ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി ഇതിവിടെ കിടന്ന് നല്ലപോലെ തന്നെ ഒന്ന് വഴണ്ട് ഒരു കണ്ണാടി പരുവം, അതായത് ഒരുപാട് ഡാർക്കും ആകണ്ട, ഇന്ന് നല്ലപോലെ തന്നെ ഒന്ന് വഴണ്ട് വരുവുമാണ് കേട്ടോ. ആ രീതിക്കായി വരണം. ആ സമയത്ത് നമ്മളിതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ബാക്കി 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിൻ്റെ പച്ചമുളകൊക്കെ നന്നായി തന്നെ ഒന്ന് മാറി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ മൺചട്ടിയിലായതുകൊണ്ട് തന്നെ തീ ഒരുപാട് കൂട്ടി വയ്ക്കേണ്ട, പെട്ടെന്ന് അടുക്കി പിടിക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ചിട്ടാണ് ബാക്കി നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് നമ്മുടെ ഫോണിന് എന്തോ ഒരു മിസ്റ്റേക്കായിട്ടോ, അതാണ് പെട്ടെന്ന് നമ്മുടെ വീഡിയോ ഒരുമാതിരി കളർ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ക്യാമറയൊക്കെ ഒന്ന് തുടച്ചപ്പോൾ ഒന്ന് കറക്റ്റായി. ആ നേരം കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളി കുറച്ചധികം വഴണ്ട് പോയി കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, കുറച്ചധികം വഴണ്ടാലും നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ വഴറ്റി പാകമാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മുടെ മട്ടൻ വെള്ളത്തോടു കൂടി തന്നെ നമ്മുടെ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഉലർത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരുപാട് മസാലയൊന്നും ഇല്ല, എന്നാൽ ടേസ്റ്റിന്
ഒട്ടും കുറവില്ല കേട്ടോ. അങ്ങനത്തെ ഒരു മട്ടൻ ഉലർത്താണ്, ടേസ്റ്റ് ഭയങ്കരമാണ്. അപ്പോൾ ഞാൻ ഈ വെള്ളത്തോടുകൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മിക്സ് ചെയ്തെടുത്ത് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ അതുവരെ നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വേവിച്ചിട്ടുള്ള കുക്കറിന് കൂടെ കുറച്ചുകൂടെ വെള്ളമൊന്ന് അലസി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിവിടെ കിടന്ന് നല്ലപോലെ തന്നെ ഈ വെള്ളമൊക്കെ തോർന്ന് നല്ല പരുവത്തിൽ വരണം കേട്ടോ. അപ്പോൾ അതടച്ച് വെച്ച് അവിടെ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒഴിച്ച് കറി ഒന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ഇത് നന്നായി തിളച്ചപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഈ സമയം നമ്മുടെ ആ മൺചട്ടി ഒന്ന് ചൂടായി വരികയും ചെയ്യുമല്ലോ. അപ്പം ഇടയ്ക്ക് നമ്മളിത് മിക്സ് ചെയ്യണം കേട്ടോ, ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കും മൺചട്ടി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതങ്ങനെ ഒന്ന് റെഡി ആവട്ടെ കേട്ടോ. മൺചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മൾ കൂടുതലായിട്ടും പാചകം ചെയ്യാറുള്ളത്. പിന്നെ നമ്മുടെ സൺഫ്ലവർ ഓയിലൊക്കെ ചെയ്യും. അത് നമ്മുടെ റൈസ് കൂടെ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ വെളിച്ചെണ്ണയിലാണ് കേട്ടോ കൂടുതലായിട്ട് ചെയ്യാറുള്ളത്. അതിൻ്റെ ഒരു മണവും ടേസ്റ്റും വേറെയാണ് കേട്ടോ. നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും അതിന് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. നമ്മൾ പപ്പടം കാച്ചാനൊക്കെയാണ് കൂടുതലായിട്ട് ഈ റിഫൈൻഡ് ഓയിലൊക്കെ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി അതിലേക്ക് നമ്മൾ വെന്തയം, കടുക്, ജീരകം ഇതെല്ലാം ചേർത്ത് നല്ലപോലെ തന്നെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക് നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് ചെറിയുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി കിടന്നിട്ട് ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ കേട്ടോ. മൺചട്ടി നല്ലപോലെ തന്നെ ചൂടായി വന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് മുപ്പിച്ചെടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് തന്നെ നമ്മുടെ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ചെറിയുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ കൂടെ ആയി കിടന്ന് നല്ലപോലെ തന്നെ ഒന്ന് വഴണ്ടി വരട്ടെ കേട്ടോ. ഏകദേശം വഴണ്ടി വന്ന സമയത്ത് അതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവ് അധികം ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട്, ഇഞ്ചി ചേർത്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ എരിവുണ്ടാകും കേട്ടോ. എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് അതിൻ്റെ എല്ലാം പച്ചമണം മാറി വരണം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയം നമ്മൾ ചട്ടി ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തൈര് നല്ലപോലെ എടുത്ത് ഒന്ന് ഉടച്ച് നമ്മൾ സ്പൂൺ കൊണ്ട് തന്നെ നല്ലപോലെ ഉടച്ചതിന് ശേഷം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ ജാറിൽ ഒഴിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അത് ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഈ സമയം നമ്മുടെ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ചൂട്ടിൽ വേണം നമ്മുടെ തൈര് റെഡിയായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ തൈരൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തൈരൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 1.5 ഗ്ലാസ് വരെ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ തൈരിലേക്ക് നമ്മൾ 1-2 ഐറ്റം കൂടെ ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഞാൻ ഇടയ്ക്ക് ചെയ്യാറുള്ളതാണ്, അതുകൊണ്ടാണ് അതുകൂടെ കാണിക്കുന്നത് കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂൺ പഞ്ചസാരയും കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ പഞ്ചസാരയും അതുപോലെ കായപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ഈ തൈര് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചേർക്കാറുണ്ട്, അതുകൊണ്ട് കാണിച്ചു എന്ന് മാത്രം. ഈ സമയമായിട്ട് നമ്മുടെ മട്ടനിൽ വെള്ളമൊന്നും വറ്റിയിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഇത് വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. മോരും കറി റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചേർക്കാനില്ല. ഇനി നമ്മുടെ മട്ടനാണ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാനുള്ളത്. അപ്പോൾ മട്ടൻ അവിടെ വെള്ളമൊക്കെ വറ്റി വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു പൊടി റെഡിയാക്കി എടുക്കാനുണ്ട്. അതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ഇടികല്ലിലാണ് കേട്ടോ അത് പൊടിച്ചെടുക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ ഇടികല്ലിൽ ഇങ്ങനെ പൊടിച്ച് നോക്കുന്നത്. പൊടിച്ച് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് നല്ല പോലെ തന്നെ പൊടിഞ്ഞു വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനെപ്പോഴും സാധാരണ ഇങ്ങനെയുള്ള ഐറ്റംസ് വേറെ നമ്മുടെ പഴയ ഇടികല്ലിൽ പൊടിക്കുമ്പോൾ അത് പൊടിഞ്ഞ് വരവേ ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൽ നല്ലപോലെ തന്നെ പൊടിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഈ കുരുമുളക് അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്കിനി കുറച്ച് കൂടുതൽ നമ്മുടെ മട്ടനിലെ എരിവ് കുറച്ച് കൂടുതൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു 1/2 സ്പൂൺ വരെ 1 സ്പൂൺ വരെ പൊടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് എത്ര എരിവ് വേണം പറഞ്ഞാൽ ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ നമ്മുടെ പെപ്പർ ചേർത്ത് കൊടുക്കുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് കുറച്ചെടുത്ത് പൊടിച്ചിട്ടുണ്ടായിരുന്നത്. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ മട്ടനിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള നമ്മുടെ തേങ്ങാക്കൊത്തുകൂടും ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പെപ്പർ കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ പെപ്പർ പൊടിക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ വെള്ളമൊക്കെ വറ്റി കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്.
പിന്നെ നമ്മൾ നോക്കുമ്പോൾ എന്താ പറയുക, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ മട്ടൻ നമ്മുടെ ഈ മൺചട്ടി കിടന്ന് ഇതുപോലെ ശരിക്കും വരണ്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ മൺചട്ടിയിൽ നിന്ന് മാറ്റാമെന്ന് തീരുമാനിച്ചു. വേറൊരു നമ്മുടെ ഇരുമ്പ് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം അതിലേക്ക് വെള്ളമല്ല എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്കിത് നല്ലപോലെ തോർത്തി നന്നായിട്ട് ഉലർത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തോർത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വെള്ളം വറ്റിക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ അവിടെയൊക്കെ അങ്ങനെ പണ്ടൊക്കെ പറയും, ഇപ്പൊന്നും അങ്ങനെ ആരും പറയാറൊന്നുമില്ല. തോർത്തിയെടുക്കുക എന്ന് പറയിട്ട്, അതായത് വെള്ളം വറ്റിച്ചെടുക്കുക എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ ഈ ഇരുമ്പ് ചട്ടി കിടന്ന് നല്ലപോലെ തന്നെ നമ്മുടെ മട്ടൻ ഉലർത്തി നമുക്ക് എടുക്കാം കേട്ടോ. ഇതിന് കൂടുതലായിട്ട് എരിവ് എന്ന് പറയുന്നത് നമ്മുടെ പെപ്പറിൻ്റെ എരിവാണ്. മുളക് പൊടി ശരിക്കും പറഞ്ഞാൽ ചേർക്കാറേ ഇല്ല കേട്ടോ. ഞാൻ പെപ്പറിൻ്റെ എരിവ് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യമേ. ഇനി നിങ്ങൾക്ക് പെപ്പറിൻ്റെ എരിവ് മാത്രം മതി എന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ മുളക് പൊടി സ്കിപ്പ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഇതുപോലെ പെപ്പർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ലപോലെ പെപ്പർ ചേർത്ത് കൊടുത്ത് എണ്ണയിൽ നല്ലപോലെ നമുക്കിതൊന്ന് ഉലർത്തി എടുക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഉലർത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ തന്നെ ഇങ്ങനെ വെള്ളം കളഞ്ഞ് ഉലർത്തി എടുത്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ മട്ടൻ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ പാത്രമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാത്രത്തിലേക്ക് നല്ല ചൂടായിട്ടുള്ള മട്ടരിച്ചോറ് വിളമ്പി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നല്ലപോലെ തന്നെ ഉലർത്തിയെടുത്തിട്ടുള്ള നമ്മുടെ മട്ടൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് അവിയൽ വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മോര് കാച്ചിയത്, അതായത് നമ്മുടെ മോര് കറി എന്നും പറയാം, മോര് കാച്ചിയതെന്നും പറയാം കേട്ടോ, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി മോര് കാച്ചിയതാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു പപ്പടം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മട്ടൻ നല്ല അസലായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പഞ്ഞി പോലെ വെന്ത് വരിക പറയില്ല, എന്ന പോലെ നല്ല പഞ്ഞി പോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല ചൂടോട് കൂടിയിട്ട് നമ്മുടെ തക്കാളി മോര് കറിയും അതുപോലെ തന്നെ നമ്മുടെ മട്ടനും അവിയലും എല്ലാം കൂടെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും പറയണേ ഇതല്ല കേട്ടോ ശരിക്കത്തെ തക്കാളി മോര് കറി, അത് വേറൊരു ടൈപ്പിലാണ് ഉണ്ടാക്കുക. ഇത് നമ്മുടെ തക്കാളി മോര് കാച്ചിയത്, അതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മുടെ മട്ടൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കോമ്പോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.